ശാസ്ത്രലോകത്തെ വിസ്മയിപ്പിച്ച ഒരു ചരിത്രയാത്ര അതിന്റെ പര്യവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 54 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം മനുഷ്യർ വീണ്ടും ചന്ദ്രനെ തൊട്ടറിഞ്ഞ ആവേശകരമായ നിമിഷങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം നാം സാക്ഷ്യം വഹിച്ചത്. നാസയുടെ ചരിത്രപ്രധാനമായ ആർട്ടിമസ് 2 ദൗത്യം അതിന്റെ ദൗത്യം പൂർത്തിയാക്കി ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങാൻ ഒരുങ്ങുകയാണ്. 4 ബഹിരാകാശ യാത്രികരുമായി കുതിച്ച ഓറിയോൺ ഇന്റഗ്രിറ്റി പേടകം പുലർച്ചെ 5:37 ശാന്തസമുദ്രത്തിൽ പതിക്കും. ഇത് വെറുമൊരു മടക്കയാത്രയല്ല, മറിച്ച് ബഹിരാകാശ ഗവേഷണ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ്. ഭൂമിയിൽ നിന്നും ഏകദേശം 4 ലക്ഷം കിലോമീറ്ററുകൾക്കപ്പുറം, അതായത് മനുഷ്യൻ ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദൂരത്തേക്ക് യാത്ര ചെയ്ത സംഘം എന്ന റെക്കോർഡും സ്വന്തമാക്കിയാണ് ഈ 4 പേർ മടങ്ങിയെത്തുന്നത്. 1972 അപ്പോളോ ദൗത്യത്തിന് ശേഷം മനുഷ്യർ ആദ്യമായി ചന്ദ്രനെ ഇത്രയും അടുത്ത് കണ്ട ആവേശം ലോകം മുഴുവൻ പടരുകയാണ്. ചന്ദ്രനെ വലം വെച്ച് മടങ്ങുന്ന ഈ സംഘം പകർത്തിയ അത്യാധുനിക 4K ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ ശാസ്ത്രലോകത്ത് തരംഗമായി കഴിഞ്ഞു. സാന്റിയാഗോ തീരത്തോട് ചേർന്ന് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് ഈ പേടകം വന്നിറങ്ങുന്ന ആ സെക്കൻഡുകൾ നാസയെ സംബന്ധിച്ച് അതീവ വെല്ലുവിളിയേറിയതാണ്. ഭൂമിയിലേക്കുള്ള ഈ മടക്കയാത്ര ബഹിരാകാശ ഗവേഷണത്തിലെ ഏറ്റവും സങ്കീർണമായ പരീക്ഷണങ്ങളിൽ ഒന്നാണ്. ഓറിയോൺ പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് കൃത്യം 45 മിനിറ്റ് മുൻപ് അതിന്റെ സർവീസ് മൊഡ്യൂൾ വേർപെടുത്തും. ഇത് പേടകത്തിന്റെ ഭാരം കുറയ്ക്കാനും സുരക്ഷിതമായ ലാൻഡിങ്ങിനും അത്യാവശ്യമാണ്. സാന്റിയാഗോ തീരത്തോട് ചേർന്നുള്ള ശാന്ത സമുദ്രത്തിലാണ് പേടകമായ ഓറിയോൺ ഇന്റഗ്രിറ്റി വന്നിറങ്ങുക. അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടം അതീവ നിർണായകരമാണ്. മണിക്കൂറിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ പേടകം ഭൂമിയിൽ പതിക്കുമ്പോൾ അന്തരീക്ഷവുമായുള്ള ഘർഷണം മൂലം പുറംഭാഗത്തെ താപനില ഏകദേശം 2760 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. ഈ ഘട്ടത്തിൽ പേടകത്തിന്റെ ഹിറ്റ് ഷീൽഡുകൾ എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നത് യാത്രികരുടെ സുരക്ഷയ്ക്ക് പ്രധാനമാണ്. സമുദ്രത്തിൽ പേടകം പതിച്ചാൽ ഉടൻ അവരെ വീണ്ടെടുക്കാൻ അമേരിക്കൻ നാവികസേനയുടെ USS ജോൺ പി മൂർത്ത എന്ന കപ്പൽ ഇതിനോടകം തന്നെ നിശ്ചിത സ്ഥാനത്ത് നിലയുറപ്പിച്ചു കഴിഞ്ഞു. കടലിൽ നിന്ന് പേടകത്തെയും യാത്രികരെയും വീണ്ടെടുക്കുന്ന പ്രക്രിയ അതീവ ജാഗ്രതയോടെയാണ് നാവികസേനയും നാസയും ചേർന്ന് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ദൗത്യസംഘം ഭൂമിയിൽ പ്രവേശിക്കുന്നത് മുതൽ അവർ സുരക്ഷിതമായി കപ്പലിൽ എത്തുന്നത് വരെയുള്ള ഓരോ നിമിഷവും ലോകം ശ്വാസമടക്കി പിടിച്ചാകും വീക്ഷിക്കുക. യാത്രക്കാരെ കപ്പലിലേക്ക് മാറ്റിയ ഉടൻ തന്നെ പ്രാഥമിക വൈദ്യ പരിശോധനകൾ അവിടെ വെച്ച് തന്നെ നടത്തും. മാസങ്ങൾ നീണ്ട ബഹിരാകാശ യാത്രയും തിരിച്ചിറക്കത്തിലെ കഠിനമായ സമ്മർദ്ദവും അവരുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിച്ചുവെന്ന് വിലയിരുത്തുകയാകും ആദ്യ ലക്ഷ്യം. അതിനുശേഷം ഹെലികോപ്റ്റർ മാർഗം 4 യാത്രികരെയും ഹൂസ്റ്റണിലെ നാസയുടെ ജോൺ സ്പേസ് സെന്ററിലേക്ക് മാറ്റും. അവിടെ കൂടുതൽ വിശദമായ പരിശോധനകൾക്കും നിരീക്ഷണങ്ങൾക്കും അവർ വിധേയരാകും. 54 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടന്ന ഈ ചാന്ദ്ര ദൗത്യത്തിലൂടെ അത്യപൂർവവും അതിശയിപ്പിക്കുന്നതുമായ 4K ദൃശ്യങ്ങൾ പകർത്താനും ഈ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ചും അന്തരീക്ഷത്തെക്കുറിച്ചും ഈ ദൗത്യത്തിലൂടെ ലഭിച്ച വിവരങ്ങൾ വരും തലമുറയുടെ ബഹിരാകാശ ഗവേഷണങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാണ്. ആർട്ടമിസ് 2 ദൗത്യത്തിന്റെ ഈ വൻ വിജയം വരാനിരിക്കുന്ന കൂടുതൽ സങ്കീർണമായ ചാന്ദ്ര ദൗത്യങ്ങൾക്ക് വലിയൊരു അടിത്തറയാണ് പാകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ആർട്ടമിസ് 3 ദൗത്യത്തിൽ ഈ വിജയം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അന്ന് മനുഷ്യർ വെറുതെ ചന്ദ്രനെ വലം വയ്ക്കുക മാത്രമല്ല, മറിച്ച് അപ്പോളോ ദൗത്യത്തിന് ശേഷം ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുകയും ചെയ്യും. ഈ ദൗത്യത്തിലൂടെ നാസ ലക്ഷ്യമിടുന്നത് വലിയൊരു ചരിത്രപരമായ മാറ്റങ്ങൾക്കാണ്. ചന്ദ്രനിൽ ആദ്യമായി ഒരു സ്ത്രീയെയും ഒരു ആഫ്രിക്കൻ അമേരിക്കൻ വംശജനെയും ഇറക്കാനുള്ള നാസയുടെ പദ്ധതിക്ക് ആർട്ടമിസ് 2 നൽകിയ വിവരങ്ങൾ നിർണായകരമാകും. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ സാന്നിധ്യത്തെക്കുറിച്ചും അവിടുത്തെ വിഭവങ്ങളെക്കുറിച്ചും പഠിക്കാൻ ആർട്ടമിസ് 2 ശേഖരിച്ച ഡേറ്റ ശാസ്ത്രജ്ഞർക്ക് സഹായകരമാകും. ചുരുക്കത്തിൽ ചന്ദ്രനെ കേവലം ഒരു സന്ദർശന കേന്ദ്രമാക്കി കാണാതെ അവിടെ മനുഷ്യന് സ്ഥിരമായി താമസിക്കാനും പരീക്ഷണങ്ങൾ നടത്താനുമുള്ള ഒരു താവളം ഒരുക്കുകയാണ് നാസയുടെ ലക്ഷ്യം. ചന്ദ്രനിൽ നിന്ന് ചൊവ്വയിലേക്കുള്ള മനുഷ്യന്റെ ദീർഘദൂര യാത്രകൾക്ക് ഈ ദൗത്യം ഒരു കവാടമായി മാറുമെന്നതിൽ സംശയമില്ല. ശാന്ത സമുദ്രത്തിലെ ഓളപ്പരപ്പിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഈ ഓറിയോൺ പേടകം മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെയും ശാസ്ത്ര സാങ്കേതിക മികവിന്റെയും ഉജ്ജ്വലമായ അടയാളമാണ്. 54 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് മനുഷ്യൻ വീണ്ടും ചന്ദ്രനെ കീഴടക്കാൻ പ്രാപ്തനാണെന്ന് ഈ ദൗത്യം ലോകത്തിന് മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ്. ഇതൊരു യാത്രയുടെ അവസാനമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണ്.